കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന്റെ കാര്യത്തിൽ എന്നാ തീയതി എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ടോ? അല്ല, നമ്മൾ അപേക്ഷ കൊടുത്തല്ലോ. നമ്മൾ അപ്പോയിൻമെന്റിന് വേണ്ടി അനുമതി തേടിയിരുന്നു. ഇനി അവിടെ നിന്നുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ മറുപടി എന്നാണ് എന്നുള്ളത് നമുക്കൊരു അറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ അത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് അത് കാണണം എന്നുള്ളത് തീരുമാനിച്ചു തന്നെയാണല്ലോ അനുമതി തേടിയത്. അപ്പോൾ ആ മറുപടിയോ ഏതെങ്കിലും അറിയിപ്പോ നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും പോയി കാണും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ മന്ത്രിമാരും MLA-മാരും അതിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിൽ വന്നിരുന്നു. ജന്തർ മന്ദിറിൽ സമരം നടത്തി. ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ ചരിത്രത്തിൽ നമ്മൾ നടത്തിയതിൻ്റെ തൊട്ട് പിറകെ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. അപ്പോൾ ഫെഡറൽ സംവിധാനങ്ങളെ, ഫിനാൻഷ്യൽ ഫെഡറലിസത്തെ തകർക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2023-24 വർഷത്തെ NHM-ൻ്റെ ഫണ്ട്, ആ ഫണ്ടിലെ ക്യാഷ് ഗ്രാൻറ്റ് നമുക്ക് ലഭിക്കണം എന്നുള്ളത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ 6 മാസം മുൻപ് പുതിയ മന്ത്രിസഭ ചുമതലയേറ്റപ്പോഴത്തും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും NHM-ൻ്റെ ഇതിൽ നിന്നും ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പോയി നാഷണൽ മിഷനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന് അർഹമായിട്ടുള്ള, നമുക്ക് അന്ന് ലഭിക്കാതെ ഇരുന്ന ആ തുക നമുക്ക് ലഭിക്കണമെന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി തുടങ്ങിയത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു പോസ്റ്റാണ് കാർഡിയോളജിസ്റ്റിൻ്റെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നത്? വർഷങ്ങളായിട്ട് നമുക്കൊരു പോസ്റ്റാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ആ ഒരു ആവശ്യം ഉണ്ടാകുന്നത്? അത്രയും ആളുകൾ പാലക്കാട് ജില്ലാ ആശുപത്രി ആശ്രയിക്കുക. നമുക്കൊരു 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റോ കാർഡിയോളജി വിഭാഗമോ ഉണ്ടായിരുന്നേയില്ല. അപ്പോൾ പാലക്കാട് ഒരു കാർഡിയോളജിസ്റ്റിനെ തസ്തിക സൃഷ്ടിച്ചു. കിഫ്ബിയിലൂടെ കാത്ത് അവിടെ അനുവദിച്ചു. അപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പറഞ്ഞത് യാഥാർത്ഥ്യം. ആരോഗ്യമന്ത്രി വിവിധ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്.